മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു. കർത്താവിൽ പ്രശസ്ത ദൈവദാസൻ ബ്രദർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും 8508789010. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കുവാൻ നിൽക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവവചനം സംസാരിക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. എല്ലാ കാലത്തും എല്ലാ നേരത്തും എല്ലാ നിലയിലും അത് സന്തോഷമുള്ളതാണ്. നിങ്ങളിൽ ഒരുപാട് പേർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഒരുപാട് പേർക്ക് ഇത് കാണുവാൻ പറയുന്നുണ്ട്. അതൊക്കെയും ഞങ്ങൾ അറിയുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞങ്ങൾ കൊടുക്കുന്ന വിലാസത്തിൽ നിങ്ങൾ തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എന്ന ഏത് ഭാഷയിലൂടെ വേണമെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിവരിച്ച് കത്തുകൾ എഴുതുമെങ്കിൽ ഞങ്ങൾ ദൈവ സമൂഹത്തിൽ അത് വച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരുന്നു. തുടർന്ന് നമുക്ക് ഇന്നത്തെ ദൈവ ചിന്തയ്ക്കായി പോകാം. ഇന്നത്തെ ദൈവചിന്തയ്ക്കായി നാം പോകുമ്പോൾ, ഈ ലോകം എപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ നടുക്കിലാണ്. ഏത് കാര്യത്തിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ജോലി സ്ഥാപനങ്ങളിലോ സഭകളിലോ എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്തും എല്ലായിടത്തും സെലക്ഷനാണ്. എല്ലായിടത്തും അത് സെലക്ട് ചെയ്യുക. എന്നാൽ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ അന്വേഷിക്കുമെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ലോകം നല്ലതിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഈ ലോകം മുമ്പോട്ട് വരുന്നവനെ, ഓടി വരുന്ന ഏത് സെലക്ഷനിലും ദ ബെസ്റ്റ്, അങ്ങേയറ്റം നല്ലതിനെ മാത്രമേ സെലക്ട് ചെയ്ത് എടുക്കുന്ന രീതിയാണ് തുടർന്ന് വന്നിട്ടുള്ളത്, വരുന്നത്. എന്നാൽ ദൈവം നിങ്ങളെയും എന്നെയും ഉണ്ടാക്കിയ ഈ അണ്ടസരാചരങ്ങളെയും തൻ്റെ വാക്കുകൊണ്ട് നിർമ്മിച്ച ആ ദൈവം ഏത് സാധാരണക്കാരനെയും തിരഞ്ഞെടുത്ത് അവനെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിർത്തുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ആ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് വേദവചന ചിന്തയിലേക്ക് പോകുന്നത്. നമുക്ക് ഒരു വചനം വായിക്കാം. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളിപ്പാട്, എൻ്റെ ദാസനായി ശെക്സിയേലിൻ്റെ മകനായ ചെരുബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുത്തുമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളിപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളിപ്പാട്. ഈ സെരുബാബേലിനെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വാക്കാണ് ഹഗായി പ്രവാചകൻ അവിടെ പറയുന്നത്. ഈ ലോകം ഏറ്റവും പ്രധാനമുള്ളവരെ, ഏറ്റവും മുമ്പോട്ടുള്ളവരെ, ഏറ്റവും ബുദ്ധിയുള്ളവരെ, ഏറ്റവും സമ്പത്തുള്ളവരെ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ദൈവം
അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലുള്ളവനെയും തിരഞ്ഞെടുത്ത് അവൻ ഉന്നതത്തിൽ ഉയർത്തി നിർത്തുന്നവനാണ്. നമുക്കറിയാം, കഴുതയെ തിരക്കി നടന്ന സൗലിനെ അവൻ ഇസ്രയേൽ ജനത്തിൻ്റെ രാജാവാക്കി. ആടുകളുടെ ഇടയിൽ നിന്ന് ദാവീദിനെ അവൻ്റെ അപ്പനമ്മ പോലും അങ്ങനെ ഒരുവനുണ്ട്, ഒരുവൻ കൂടി ഉണ്ട് എന്ന് പറയുന്ന ആ ദാവീദിനെ അവൻ രാജാവാക്കിയവനാണ്. അങ്ങനെയുള്ള ആ ദൈവമാണ് ഇന്ന് ഈ സെരുബ്ബാബേലിൻ്റെ അടുത്ത് ഈ വാക്ക് പറയുന്നത്. ഈ സെരുബ്ബാബേലിൻ്റെ കാര്യം നമുക്ക് കുറച്ചും കൂടെ വിശദമായി കാണുവാൻ, അന്നാളുകളിലെ യെരുസലേം ദേവാലയം നെബുഖാദ് നേച്ചരാലെ നശിപ്പിക്കപ്പെട്ട് അവർ ഈ ഇസ്രായേൽ ജനങ്ങളെല്ലാം ബാബിലോൺ ദേശത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട് അവിടെ അവർ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് മടങ്ങി വന്ന രണ്ടാം തവണയായി സെരുബ്ബാബേലിൻ്റെ ആ നേതൃത്വത്തിൽ അവർ യെരുസലേം ദേവാലയം കെട്ടിത്തുടങ്ങുക. അങ്ങനെ യെരുസലേം ദേവാലയം കെട്ടിത്തുടങ്ങുന്ന സാഹചര്യത്തിൽ അവിടെ കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരെ ഭയപ്പെടുത്തുന്ന പലവിധമായ കാര്യങ്ങളും വന്നപ്പോൾ അവർ ആ കാര്യം അവിടെ ഉപേക്ഷിച്ച് അവർ ഓരോരുത്തരും അവർക്കുള്ള വീടുകളും കെട്ടി അവിടെ ഇരുന്നു. അപ്പോഴാണ് ഹഗായ് പ്രവാചകൻ മുഖേന ദൈവം ആദ്യമായി സംസാരിക്കുന്നത്. ആ മക്കളുടെ അടുത്ത് സംസാരിക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്ത കാര്യം ശരിയാണോ? നിങ്ങൾ എൻ്റെ ആലയം കെട്ടാതെ നിങ്ങൾ ഓരോരുത്തരും വീട് കെട്ടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളുടെ വീട് കെട്ടുവാനാണോ ഇത് സമയം? എൻ്റെ ആലയം വെറുതെ കിടക്കുമ്പോൾ, എൻ്റെ ആലയത്തിൽ ഒരു കാര്യങ്ങളും ഇല്ലാതാകുമ്പോൾ, നിൻ്റെ ഭവനത്തിലെ ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിലെ നീ എന്തെല്ലാം ചെയ്താലും ഞാൻ അത് മുൻപോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ദൈവം അവർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് പറയുക, നിങ്ങൾ മലയമേൽ പോയി മരം വെട്ടി ആലയപ്പണി തുടങ്ങുവാൻ പറഞ്ഞു. ആലയപ്പണി അവർ വീണ്ടും ദേവാലയം കെട്ടുന്ന ആ വേലകളെല്ലാം അവർ തിരിച്ച് ചെയ്തു തുടങ്ങി. അവർ തിരിച്ച വേലകൾ ചെയ്തു തുടങ്ങിയപ്പോൾ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പലവിധമായ കാര്യങ്ങൾ വന്നപ്പോൾ ദൈവം ഹഗായ് പ്രവാചകൻ മുഖേന വീണ്ടും പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഏത് കാര്യത്തെക്കുറിച്ചും നീ ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ ജോലി ഇതേപോലെ തന്നെ തുടർന്ന് കൊള്ളുക, ഞാൻ നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് അവർക്ക് ദൈവം ഹഗായ് പ്രവാചകൻ മുഖേന അത് അരുളി ചെയ്യുന്നു. അവർ അങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത്, അവരങ്ങനെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിലയിൽ അവർ അവിടെ ഇരിക്കുന്ന ആശാര്യന്മാരുടെ അടുത്ത് പറയുന്ന, ദൈവാലയമാണ് കെട്ടുന്നത്, ദൈവാലയത്തിൽ പരിശുദ്ധം വേണം, അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും ആ പരിശുദ്ധിയോടും ആ എല്ലാ നിയമപ്രകാരവും നടത്തിക്കൊണ്ട് പോകണമെന്ന് അവിടെ പറയുമ്പോൾ, ഇന്ന് അവർ കാണുന്ന നിലയിൽ പഴയ ആലയത്തിനും പുതിയ ആലയത്തിനും ഉള്ള രീതി ശരിയാകുന്നില്ല എന്ന് പഴമക്കാർ പലരവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ്, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞാനുണ്ടാകും, പഴയതിലും മഹത്വമായി ഈ ആലയം ഞാൻ പണിയുമെന്ന് ദൈവം അവർക്ക് ശക്തി കൊടുക്കുകയാണ്. അവർക്ക് പല വിധത്തിലുമുള്ള ആ പ്രോത്സാഹനം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തത് മാത്രമല്ല, അവർ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ വാക്ക് കൃത്യതയോടുകൂടെ അവിടെ തരികയാണ്. അപ്പോഴാണ് സെരുബ്ബാബേലിനെ പ്രത്യേകമായി, സെരുബ്ബാബേൽ എന്ന് പറയുന്ന ആ വ്യക്തി അവിടുത്തെ യൂദാ ദേശത്തിൻ്റെ ഗവർണറാണ്, അവിടുത്തെ ആ തലവനാണ്, അവൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഈ സെരുബ്ബാബേൽ ഈ തടസ്സങ്ങളെല്ലാം പലപ്പോഴും ഉണ്ടാകുമ്പോൾ സെരുബ്ബാബേലിൻ്റെ ചിന്തയിലുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, സെരുബ്ബാബേലിൻ്റെ അപ്പൂപ്പനായ
ഖെന്യാവു എന്ന രാജാവ് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഖെന്യാവു ദൈവത്തിന് നിരക്കാത്ത കാര്യം ചെയ്തതുകൊണ്ടാണ് ദൈവം ഈ ആലയം നെബൂഖദ്നേസറുടെ കൈവശം ഏൽപ്പിച്ച ഇസ്രായേൽ ജനങ്ങൾ മുഴുവനെയും അടിമയായി കൊണ്ടെത്തിച്ച ആ സാഹചര്യം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. ജെരേമ്യ 22, 24, 25 വചനം. എന്നാണ് യെഹോവയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ് എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന യഹോവയുടെ അരുളിപ്പാട്. ഞാൻ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും കൽദയയുടെ കയ്യിലും തന്നെ. നാം വായിച്ചു കേട്ട ഈ വചനത്തിൽ ഈ ഖെന്യാവിൻ്റെ ചെറുമകനാണ് സെറുബാബേൽ. എന്നാൽ അന്നത്തെ ഇസ്രായേൽ ജനമെല്ലാം ഈ ദേവാലയത്തിൻ്റെ പണിക്ക് ഈ താമസം വന്നപ്പോൾ, തടസ്സം വന്നപ്പോൾ ഈ സെറുബാബേൽ തന്നെയും ചെറിയ നാൾ തൊട്ട് മനസ്സിൽ കേട്ടു വന്നിരിക്കുന്നതെല്ലാം എൻ്റെ അപ്പൂപ്പൻ ശപിക്കപ്പെട്ടവനാണ്, എൻ്റെ അപ്പൂപ്പൻ്റെ ആ ശപിക്കപ്പെട്ട വംശത്തിലൂടെ വന്ന ഞാൻ ഇനിയും ഉയരുവാൻ സാധ്യമല്ല, ഇത് എൻ്റെ ശപിക്കപ്പെട്ട നിലയാണ്. ആ നിലയിൽ വന്ന ആ എല്ലാവരും പറഞ്ഞ് ജനം തന്നെ നിൻ്റെ അപ്പൂപ്പനാണല്ലോ ഈ എല്ലാ കാര്യങ്ങളെയും വിട്ട് നമ്മൾ ബബിലോണിൽ പോകേണ്ടതിൻ്റെ കാര്യം തന്നെ ചെയ്തത്, അയാളുടെ കാരണമാണല്ലോ ഇങ്ങനെ വന്നത് എന്ന് പലരും പഴയ പാരമ്പര്യം പറഞ്ഞ് ആ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സെറുബാബേൽ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നിന്നെ ഞാൻ എൻ്റെ മോതിരമായി ഏറ്റെടുക്കുമെന്ന്. ഇപ്പോൾ സെറുബാബേലിന് ഒരു കാര്യം മനസ്സിലായി. പഴയ പാരമ്പര്യം എന്തു തന്നെ ആയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പഴയ കാര്യമല്ല, പുതിയതായ അനുഗ്രഹം നമുക്ക് വന്നു ചേരുമെന്ന് അവൻ മനസ്സിലാക്കി. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർ എന്നെ കേൾക്കുന്ന പലരുമുണ്ട്. എൻ്റെ കുടുംബം ശപിക്കപ്പെട്ടതാണ്, എൻ്റെ പണ്ട് മൂതാതയർ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട്, പഴമക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എൻ്റെ കുടുംബം ശപിക്കപ്പെട്ടിരിക്കുകയാണ്, അതിലിരുന്ന് ഇനി ഒരു ശാപമോക്ഷമുണ്ടോ എന്ന് ചിന്തിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഏത് പഴയ ശാപവും കർത്താവ് നിങ്ങളുടെ കൂടെ വന്നാൽ മാറും. നിങ്ങൾ ഇന്ന് ഈ ജീവനുള്ള ദൈവത്തെ, യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി ഏൽക്കുമെങ്കിൽ ഏത് ശാപവും, ഇതിൻ്റെ മുമ്പേ നടന്നിട്ടുള്ള ഏത് കാര്യവും അത് ഇല്ലാതായി പോകുമെന്ന് ഇന്ന് ദൈവം നിങ്ങൾക്ക് വാക്ക് തരികയാണ്. നമുക്ക് മുദ്രമോതിരത്തിനെക്കുറിച്ച് ചിന്തിക്കാം. എന്താ മുദ്രമോതിരം? മുദ്രമോതിരം ഒരു രാജ്യത്തിൻ്റെ അധികാരമാണ്, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. ആ മുദ്രമോതിരമെന്ന് പറയുന്നത്, ആ മോതിരം ഇന്നത്തെ കാലത്ത് നമുക്ക് DNA ടെസ്റ്റുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചറുണ്ട്, ആധാർ കാർഡുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാ വിധത്തിലും ഇരിക്കുമ്പോൾ അന്നത്തെ ആ രാജ്യരീക കാര്യങ്ങളിലെ ആ മുദ്രമോതിരമാണ് ആ രാജ്യത്തിൻ്റെ. ഒരു യുദ്ധം തുടങ്ങണോ, ആ മുദ്രമോതിരം വെച്ച് ഓർഡർ വേണം. ഒരു യുദ്ധം നിർത്തണോ, അത് തന്നെയാണ് വേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും അതിനുള്ള അധികാരമാണ്, അധികാര പാത്രമാണ്, അതിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് മുദ്രമോതിരം. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ മോതിരമാക്കിയിരിക്കുന്നത്. അന്ന് സെറുബാബേലിൻ്റെ അടുത്ത് പറഞ്ഞ ദൈവം ഇന്ന് നിങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും പറയുകയാണ്, നിങ്ങളെ എൻ്റെ മോതിരമാക്കിയിരിക്കുന്നെന്ന്. നമ്മളെ മോതിരമാക്കിയിരിക്കുന്നെന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിർത്തുന്നില്ല. നിങ്ങളും ഞാനും നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്ക് അധികാരമായി മാറുന്ന തരത്തിൽ നമ്മെ അതിന് യോഗ്യമുള്ളവരായി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ അടുത്ത് പറയുന്നത്.
ഈ ദൈവം ലോകത്തിൻ്റെ എല്ലാ സൈന്യങ്ങൾക്കും അധിപനാണ്. ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ തലവനേക്കാളും മേലായവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെ കൊണ്ട് സാധിക്കുവാൻ അസാധ്യമായത് ഒന്നുമില്ല. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ദൈവം. നല്ല നേതാക്കളെ വെച്ച് രാജ്യം ഭരിക്കുന്നതും മോശമായ നിലയിലെ രാജ്യം ഭരിക്കുന്നവരെയും എല്ലാത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവമെന്ന് പറഞ്ഞാൽ എല്ലാവற்றிനും മൂലം, ഈ എല്ലാ രാജ്യങ്ങൾക്കും മേലായവൻ, ഈ എല്ലാ സൈന്യങ്ങൾക്കും മേലായവൻ, എല്ലാ നേതാക്കൾക്കും മേലായവൻ, അതിനേക്കാളുപരി എല്ലാ പ്രകൃതിക്കും മേലായവൻ. വാനവും ഭൂമിയും അവൻ്റെ ചൊൽപ്പടി കേൾക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, നോവയുടെ കാലത്ത് പ്രളയം കൊണ്ട് ആ ലോകം മുഴുവനും നശിച്ചു പോകത്തക്ക രീതിയിൽ ചെയ്ത ആ ദൈവം സോദോം ഗൊമോറ പട്ടണത്തിലെ അഗ്നിയും ഗന്ധകവും മരിച്ച് ആ നിലയിലെ മാറ്റിയതുപോലെ എല്ലാം ചെയ്യുവാൻ ശക്തനാണ്. ആ ദൈവം നിങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും പറയുകയാണ്, നിന്നെ എൻ്റെ മുദ്രമോതിരമായി ഞാൻ മാറ്റും. അങ്ങനെ മുദ്രമോതിരമായി അവൻ മാറ്റുവാനിരിക്കുമ്പോൾ നമുക്ക് അതിന് യോഗ്യതയുള്ളവരായി തീരണ്ടേ? ആ മുദ്രമോതിരത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ മുദ്രമോതിരങ്ങളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. കുഴിയിലെ കിടന്ന യോസേപ്പ്, സഹോദരന്മാർ കുഴിയിലെടുത്തിട്ട യോസേപ്പ്, ആ യോസേപ്പ് അടിമച്ചെറുക്കനായി വിൽക്കപ്പെട്ടു. അടിമബാലനായി അവൻ പോയപ്പോൾ അവനൊരു കള്ളക്കേസിലെ പ്രതിയായി ജയിലിലായി. ജയിലിലിരുന്ന അവൻ പിന്നീട് നാം തുടർന്ന് ആ വേദപുസ്തകത്തിൽ വരുമ്പോൾ ആ രാജാവ് കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിനെ അവൻ വിവരിച്ചു കൊടുത്തപ്പോൾ, ഈ ദൈവം തന്ന ഈ ജ്ഞാനമുള്ള ഒരുവൻ ഈ രാജ്യത്ത് ഇനി തിരഞ്ഞാലും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞ് എല്ലാവറ്റിനും യോസേപ്പിനെ അവിടെ അധിപതിയാക്കിയ ആ ഫറവോൻ രാജാവ് തൻ്റെ കയ്യിലിരുന്ന് മുദ്രമോതിരം ഊരി യോസേപ്പിൻ്റെ കയ്യിലിട്ട് കൊടുത്തത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മുദ്രമോതിരമായി നമ്മളെ ആക്കുവാനാണ് ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിനാണ്? ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പറയുവാൻ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അധികാരത്തോടെ പറയുവാനാണ് നിങ്ങളെയും എന്നെയും അവൻ മുദ്രമോതിരമാക്കിയിരിക്കുന്നത്. ആ അധികാരത്തിൻ്റെ മുദ്രമോതിരം ആയിരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഈ യേശു കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ, ഈ യേശു കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് വരുമെങ്കിൽ ഈ ദൈവം മഹത്വമുള്ള ദൈവമാണ്. നമുക്ക് മൊർദെഖായിയും എസ്തറയും അറിയാം. മൊർദെഖായിക്കും എസ്തറിനും യൂത ജനത്തിനുമെതിരെ ആഗാൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി കള്ളത്തനമായി വേണ്ടാത്ത രീതിയിൽ രാജാവിനെ സ്വാധീനിച്ച് ഈ യൂത ജനങ്ങൾക്ക് എതിരെ അവൻ്റെ മോതിരം കൊണ്ട് അവിടെ റൂൾ ഉണ്ടാക്കിയപ്പോൾ ആ യൂത ജനങ്ങൾക്ക് മൊത്തം അത് മാറ്റുവാൻ പറ്റാത്ത ചട്ടമായി മാറിയപ്പോൾ എസ്തർ എന്ന് പറഞ്ഞ ആ അനാഥ ബാലിക, അവൾ രാജകുമാരിയായി മാറിയ ആ ദേശത്ത് അവൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് എല്ലാ കാര്യങ്ങളെയും പറയേണ്ട രീതിയിൽ പറഞ്ഞ് അവസാനം നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന അവൻ പറഞ്ഞ്, ഞാൻ ഈ മുദ്രമോതിരം കൊണ്ട് അധികാരം ഇട്ടത് മാറ്റുവാൻ സാധിക്കുകയില്ല, എന്നാൽ നിൻ്റെ ജനത്തിനെ രക്ഷിക്കുവാൻ എന്താണോ വേണ്ടതെന്ന് നിനക്ക് പുതിയതായി ചട്ടമെഴുതി മുദ്രമോതിരം ഇടാമെന്ന് പറഞ്ഞ് മുദ്രമോതിരം മൊർദെഖായിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തതായി നാം അവിടെ വായിക്കുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെയും എന്നെയും ഈ ദേശത്ത് അവൻ വച്ചിരിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. അത് നിങ്ങളെയും എന്നെയും അവൻ മുദ്രമോതിരമായി തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ളവരായി നമ്മെ നാം തന്നെ മാറ്റണം. നമ്മുടെ ജീവിത കാര്യങ്ങളിലെ, നമ്മുടെ ഭവനത്തിലെ, നാം ജീവിക്കുന്ന ദേശത്ത് ഒക്കെയും ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിലാണോ നാം ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യ കാര്യം. ഈ സെറുബാബേലിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞതുപോലെ പഴയ പാരമ്പര്യത്തിലെ ഞങ്ങളുടെ കുടുംബത്തിന് ശാപമുണ്ട് എന്ന് മാറി നിൽക്കുവാനല്ല നിന്നെ ദൈവം വച്ചത്. നിന്നെ മുദ്രമോതിരമാക്കി എല്ലാവറ്റിനും മേലായി നിനക്ക് അധികാരം കൊടുക്കുവാനാണ് ഈ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദൈവം എന്നും അങ്ങേയറ്റം ഉന്നതിയിലിരിക്കുന്നവനെ സെലക്ട് ചെയ്യുന്ന ദൈവമല്ല. ഏത് തരത്തിലിരിക്കുന്നവനെയും ഏത് നിലയിലിരിക്കുന്നവനെയും തിരഞ്ഞെടുത്ത് അവനെ ഉന്നതിയിലാക്കുന്ന ദൈവമാണ്. അവനെ അങ്ങേയറ്റം ഉന്നതിയിലാക്കുന്ന ദൈവമാണ്. ഏതെല്ലാം തരത്തിലാണെങ്കിലും ഏതെല്ലാം നിലയിലാണെങ്കിലും അവൻ കരുണയുള്ള ദൈവമാണ്. നമ്മൾ ഏതെല്ലാം നമ്മുടെ കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ അവനെതിരായി പ്രവർത്തിച്ച എത്രയോ കാര്യങ്ങളുണ്ട്. എങ്കിലും അവൻ നമ്മേൽ വച്ച കൃപ കൊണ്ട് ഇന്നും നമ്മെ നിലനിർത്തി നടത്തി പോകുന്നതിൻ്റെ കാര്യം അവൻ നമ്മെ മുൻകുറിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദേവാലയം കെട്ടുന്നതിൽ ഏറ്റവും കരുതലോടെ സെറുബാബേൽ മുമ്പോട്ട് വരുവാൻ എൻ്റെ ദൈവം അവന് കരുണ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറുബാബേൽ അന്ന് അത് ചെയ്ത് തീർത്തത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. നമ്മൾ ദൈവ വേലയെന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യം തുടങ്ങുമ്പോഴും പലപ്പോഴും പേടിപ്പിക്കുന്ന രീതിയിൽ ശത്രുവാനവൻ പല എതിർപ്പുകളും ഒക്കെ കാണിച്ചേക്കാം. പലതും ഇനി നമ്മളെക്കൊണ്ടിത് സാധിക്കത്തില്ല എന്ന പിന്മാറി നിൽക്കേണ്ട തരത്തിൽ നമ്മളെ മാറ്റുവാൻ അവൻ ശ്രമിച്ചേക്കാം. അവർ ഓരോരുത്തരും ദേവാലയത്തിൻ്റെ പണി വിട്ട് അവർ സ്വന്തം ഭവനങ്ങൾ കെട്ടി അവിടെ താമസിച്ചു തുടങ്ങി. ഈ സമയം ദേവാലയം കെട്ടുവാൻ ഏറ്റ സമയമല്ല എന്ന് അവരായി തീരുമാനിച്ച സമയത്താണ് ഹഗായി പ്രവാചകൻ പറയുന്ന, നീ മലമേൽ പോയി ആ മരങ്ങളെ വെട്ടി ദേവാലയ പണി തുടങ്ങ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. ഈ ലോകത്ത് ഏത് കാര്യം ചെയ്യുവാനും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ മഹത്വമുള്ള കർത്താവ് നാം മധ്യയിലിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതെ നാം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെയും എന്നെയും അവൻ മുദ്രമോതിരമായി തിരഞ്ഞെടുക്കും. അവൻ മുദ്രമോതിരമായി തിരഞ്ഞെടുക്കുവാൻ അർഹതയിൽ നാം വന്നെങ്കിൽ നമ്മുടെ വാക്കിന് അധികാരം, നമ്മുടെ പ്രവൃത്തിയിൽ അധികാരം, എല്ലാ കാര്യങ്ങളിലും അവൻ്റെ അധികാരം നമുക്ക് കിട്ടുമ്പോൾ അത് മഹത്തരമായി തന്നെ ആയിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ വിധത്തിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളെ ദൈവം എടുത്തു പ്രവർത്തിപ്പാൻ, തക്കതായി മാറ്റം ചെയ്യുവാൻ, എല്ലാ വിധത്തിലും ഉള്ളത് ചെയ്യുവാൻ ഈ ജീവനുള്ള ദൈവനെ നിങ്ങൾ സ്വന്തം രക്ഷകരായി ഇന്നോളം ഏറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുക. ആ ദൈവസന്നദ്ധിയിൽ നിങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങൾ ആ ദൈവസന്നദ്ധിയിൽ ഏൽപ്പിക്കുമ്പോൾ എല്ലാം കരുതുന്നവനായവൻ പാരമ്പര്യങ്ങളെ മറന്ന് ഇതിൻ്റെ മുമ്പേ ചെയ്ത എല്ലാ കാര്യങ്ങളെയും അവൻ വിട്ട് മറന്ന് നിങ്ങളെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നടത്തുവാൻ ശക്തനാണ്. വചനത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതുപോലെ ആട്ടിടയനായ ദാവീദിനെയും കഴുതയെ തിരക്കി നടന്ന സൗലിനെയും ഉയർത്തിയതുപോലെ നിങ്ങളെയും എന്നെയും നിങ്ങളുടെയും എൻ്റെയും സന്തതികളെയും അവൻ അങ്ങേയറ്റം ഉയർത്തുവാൻ ശക്തനാണ്. ആ ദൈവ സാന്നിധ്യത്തിൽ
ആ മേന്മയുള്ള കരത്തിൽ നിങ്ങളെ ഇന്ന് ഏൽപ്പിക്കുമെങ്കിൽ അവൻ നിങ്ങളെ മഹത്വവുമായി നടത്തുവാൻ ഈ ആഗ്രഹത്തോടു കൂടി നിൽക്കുക. നിങ്ങളെ അവൻ്റെ തൃക്കരത്തിൽ ഏൽപ്പിക്കുക. നമുക്ക് തലകണ വണങ്ങാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന മഹത്വമുള്ള കർത്താവേ, ഈ ലോകത്തിൻ്റെ എല്ലാവற்றிലും ഉന്നതനായിരിക്കുന്ന മഹത്വമുള്ള കർത്താവ് ഞങ്ങളെ മുദ്രമോതിരമായി തിരഞ്ഞെടുക്കുമ്പോൾ അതിന് യോഗ്യതയോടുകൂടെ ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ സ്വാമി. ഞങ്ങളുടെ ഏത് കാര്യങ്ങളും അതിന് തടസ്സമല്ല. എൻ്റെ ദൈവം ഞങ്ങളെ പരിപൂർണതയിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകും. കൃപയിൽ മറയ്ക്കണം. ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് എന്നെ കേൾക്കുന്ന നിൻ്റെ മക്കളുണ്ട് കർത്താവേ. അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ നീ അറിയുന്നു, അവരുടെ ഭാരങ്ങളെ നീ അറിയുന്നു, അവരിന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നീ അറിയുന്നു. ആ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ദൈവം ഒരു കൃപ ചെയ്ത് അത് മാറ്റുവാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്ന രാജ. തുടർന്നും കർത്താവെ, അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രത്യേക പ്രതികൂല സാഹചര്യങ്ങളിലിരുന്ന് അവരെ ഒഴിവാക്കി നീ നിർത്താൻ പോകുന്നതിനായി സ്തോത്രമപ്പ. കൃപയിൽ മറയ്ക്കണം. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇവരുടെ സന്തതികളെയും വരുന്ന നാളുകളിലെ നിൻ്റെ മക്കളായി മാറ്റി അവർ നിനക്കായി യുദ്ധം ചെയ്യുവാൻ നിൽക്കുന്നത് പോലെ മാറ്റി തീർക്കണമേ. തുതിയും ഘനവും സ്തോത്രവും രാജ അങ്ങേക്ക് അർപ്പിക്കുമ്പോൾ യേശുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ഒരു എപ്പിസോഡുമായി നമുക്കൊന്നിച്ച് കാണുന്നത് വരെയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മെ നയിക്കട്ടെ, നടത്തട്ടെ. ആമേൻ. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു. കർത്താവിൽ പ്രശസ്ത ദൈവദാസൻ ബ്രദർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലിരുന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കുത്തത്തം തന്നിട്ടുള്ളവനാണ്. ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ. വരിക, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും 8508789010. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.